ഹായ് എവരിബഡി, ഞാൻ ഡോക്ടർ പ്രദീപ് കുമാർ ഷാനായിസി, കാസർഗോഡ് കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ റുമറ്റോളജിസ്റ്റാണ്. ഞാനിപ്പം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മംഗലാപുരം അത്താവർ KMCക്ക് എതിർവശമുള്ളതും ചക്രപാണി അമ്പലത്തിന് സമീപമുള്ളതുമായിട്ടുള്ള അമൃത മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ നിന്നാണ്. ഈ വീഡിയോയിൽ നമുക്ക് റുമറ്റോളജിയിലെ ടെസ്റ്റുകളെ കുറിച്ച് ചർച്ച ചെയ്യാം. റുമറ്റോളജിയിലെ ഒരു ടെസ്റ്റ് ചെയ്യിക്കുമ്പം ആ ടെസ്റ്റ് പോസിറ്റീവ് വരാനുള്ള സാധ്യത എത്രയാണെന്ന് റുമറ്റോളജിസ്റ്റിന് അറിഞ്ഞിരിക്കണം. ആ ടെസ്റ്റ് പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് അസുഖം ഉണ്ടാവാനുള്ള സാഹചര്യം എത്രയാണ്, സാധ്യത എത്രയാണെന്ന് റുമറ്റോളജിസ്റ്റിന് അറിഞ്ഞിരിക്കണം. ഉദാഹരണമായിട്ട് നമ്മൾ ചെയ്യിക്കുന്ന റുമറ്റോയിഡ് ഫാക്ടർ എന്ന് പറഞ്ഞ ടെസ്റ്റ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് 0 പോസിറ്റീവ് ആണോ 0 നെഗറ്റീവ് ആണോ എന്ന് അറിയാൻ വേണ്ടി ചെയ്യിക്കുന്നതാണ്. അതേ ടെസ്റ്റ് തന്നെ വേറെ പല അസുഖങ്ങളിലും പോസിറ്റീവായിട്ട് വരാം. ഉദാഹരണത്തിൽ ഷോഗ്രൻ സിൻഡ്രോം, ക്രയോഗ്ലോബുലിനിമിയ, ഹിസ്റ്റോപ്ലാസ്മോസിസ്, ടോക്സോപ്ലാസ്മോസിസ്, ഇൻഫെക്റ്റീവ് എൻഡോകാർഡിറ്റിസ് മുതലായ അസുഖങ്ങളിലും റുമറ്റോയിഡ് ഫാക്ടർ പോസിറ്റീവായിട്ട് വരാം. രണ്ടാമത് നമുക്ക് ANA എന്ന് പറഞ്ഞ ടെസ്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ANA എന്ന് പറഞ്ഞ ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് കൊളാജൻ വാസ്കുലർ ഡിസീസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് പനി ഉണ്ടാകുമ്പം നമ്മൾ അനാവശ്യമായിട്ട് ANA ചെയ്തു കഴിഞ്ഞാൽ അത് നോൺ സ്പെസിഫിക് പാറ്റേണിൽ ലോ ടൈറ്ററിൽ പോസിറ്റീവായിട്ട് വരും. പിന്നെ വൈറസ് ഇൻഫെക്ഷൻ പോയി കഴിഞ്ഞ ശേഷം അത് നെഗറ്റീവ് ആവുകയും ചെയ്യും. പിന്നെ CRP പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. CRP പറഞ്ഞ ടെസ്റ്റ് അക്യൂട്ട് ഇൻഫ്ലമേഷൻ്റെ മാർക്കറാണ്. അക്യൂട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഇൻ്റർലൂക്കിൻ 6 എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഉണ്ടാവുകയും അത് കരളിലെ കോശങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ കരളിലെ കോശങ്ങളാണ് CRPനെ ഉണ്ടാക്കുന്നത്. CRP പെട്ടെന്ന് ഉയരുകയും താഴുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് അതിനെ അക്യൂട്ട് ഇൻഫ്ലമേറ്ററി മാർക്കർ എന്ന് വിളിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ESRൻ്റെ കാര്യം നോക്കാം. ESR പ്ലാസ്മയുടെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് ESR മെല്ലെ ഉയരുകയും താഴുകയും ചെയ്യും. അതുകൊണ്ടാണ് അതിനെ ക്രോണിക് ഇൻഫ്ലമേറ്ററി മാർക്കർ എന്ന് വിളിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ASO എന്ന് പറഞ്ഞ ടെസ്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ASO ചെയ്യിക്കണമെങ്കിൽ റുമാറ്റിക് ഫീവറിൻ്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ആയിട്ടുള്ള ബെക്കിറ്റ്സ് ജോൺസ് ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യാനുള്ള സാധ്യത വളരെയധികം ഉണ്ടെങ്കിൽ മാത്രമേ ASO ചെയ്യിക്കാൻ പാടുള്ളൂ. കാരണം അനാംനെസ്റ്റിക് ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയും. അതായത് പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലും അനാംനെസ്റ്റിക് ഇമ്മ്യൂൺ റെസ്പോൺസ് കാരണം ASO ടൈറ്റർ കൂടിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ശരിക്കും റുമാറ്റിക് ഫീവറിൻ്റെ നാച്ചുറൽ ഹിസ്റ്ററി അറിയാതെ, അതായത് പ്രകൃതിദത്തമായിട്ട് റുമാറ്റിക് ഫീവർ എങ്ങനെയാണ് പുരോഗമിക്കുന്നതെന്ന് അറിയാതെ നമ്മൾ ASO ടൈറ്റർ ചെയ്താൽ അത് പോസിറ്റീവായിട്ട് വന്നാൽ നമ്മൾ ചെയ്യുന്ന ഡയഗ്നോസിസ് തെറ്റായിട്ട് വരും. പിന്നെ പറയാനുള്ളത് യൂറിക് ആസിഡിനെ കുറിച്ചിട്ടാണ്. ഗൗട്ടിൻ്റെ അക്യൂട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പം രക്തത്തിൽ നിന്ന് യൂറിക് ആസിഡ് ജോയിൻറ്റിലോട്ട് പോകും. അപ്പം ബ്ലഡിൽ യൂറിക് ആസിഡ് നോക്കുമ്പം അത് കുറഞ്ഞിരിക്കും. അതുകൊണ്ടാണ് യൂറിക് ആസിഡിനെ അക്യൂട്ട് നെഗറ്റീവ് ഫേസ് റിയാക്റ്റൻ്റ് എന്ന് വിളിക്കുന്നത്. അതാണ് റുമറ്റോളജിൻ്റെ ടെസ്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ റുമറ്റോളജിക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വിദഗ്ധ ചികിത്സക്കോ വിദഗ്ധ അഭിപ്രായത്തിനു വേണ്ടി മംഗലാപുരം അത്താവർ KMCക്ക് എതിർവശമുള്ളതും ചക്രപാണി അമ്പലത്തിന് സമീപമുള്ളതുമായിട്ടുള്ള അമൃത മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ വന്ന് എന്നെ കൺസൾട്ട് ചെയ്ത് തേടാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ സമയത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.